പൊതുവിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരുന്നത് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ ടൂറിനോ പഠിക്കാനോ മറ്റോ പോകുമ്പോഴായിരിക്കും. അതിന് മുന്നേ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് അറിയാം, കുറച്ച് ഗ്രാമറൊക്കെ അറിയാം, എന്നാൽ സംസാരിച്ച് ശീലമില്ല എന്നത് മാത്രം. ഇനിയാണ് പറയാൻ പോകുന്നത് തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന 5 രീതികളെ പറ്റിയാണ്. ഒന്നാമതാണ് വെരി പ്ലസ് അഡ്ജക്റ്റീവ്സ്. തുടക്കത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വേർഡാണ് വെരി. ഉദാഹരണത്തിന് ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലെ ഹീ ഈസ് വെരി ഹാൻസം. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായി നമ്മൾ വെരി ഉപയോഗിക്കുന്നതിന് പകരം അതിന് പറ്റിയ ഒറ്റവാക്കുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഇതിലൂടെ നമുക്ക് കൂടുതൽ വൊക്കാബുലറി നമ്മളിലേക്ക് ഉണ്ടാവുകയും നമുക്ക് വെരി വേർഡുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ പോയിട്ട് വെരി പ്ലസ് വേർഡ്സ് എന്നോ വെരി പ്ലസ് അഡ്ജക്റ്റീവ്സ് എന്നോ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരുപാട് വേർഡ്സുകൾ വെരി പ്ലസ് വേർഡ്സ് കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഒറ്റവാക്കുകൾ ലഭിക്കുന്നതാണ്. ഇത്തരം വെരി പ്ലസ് വേർഡ്സ് പഠിച്ചാൽ മതി എന്നല്ല ഇതിനർത്ഥം. ഇത്തരം വേർഡ്സുകൾ ഫെമിലിയർ ആയ ശേഷം നമുക്ക് കൂടുതൽ വൊക്കാബുലറിയിലേക്ക് കടക്കാവുന്നതാണ്. രണ്ടാമത്തെയാണ് കോംപ്രിഹെൻസിബിൾ ഇംഗ്ലീഷ്. കോംപ്രിഹെൻസിബിൾ ഇംഗ്ലീഷിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഇംഗ്ലീഷ് അല്ലെങ്കിൽ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് മാത്രമാണ്. നമ്മൾ യൂട്യൂബിൽ പോയിട്ട് കോംപ്രിഹെൻസിബിൾ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ ഒരുപാട് വീഡിയോസ് അതിൻ്റെ അടിയിൽ കാണാവുന്നതാണ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിൽ യൂട്യൂബ് ചാനലുകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോഴോ നമുക്ക് ഫോളോ ചെയ്യാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യുകയും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. മൂന്നാമത്തെയാണ് റിയൽ ലൈഫ് ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസ്. ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് നിങ്ങൾ റിയൽ ലൈഫ് ഇംഗ്ലീഷ് കോൺവെർസേഷൻ പ്രാക്ടീസ് എന്ന് ടൈപ്പ് ചെയ്താൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് അതിൽ കാണാവുന്നതാണ്. ഇതിൻ്റെയും പ്രയോജനം എന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള ഇംഗ്ലീഷ് ഒന്നുമല്ല, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായ ഇംഗ്ലീഷ് എന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിലെ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ പലപ്പോഴും പറയാറുള്ള കാര്യങ്ങൾ അത് ഇംഗ്ലീഷിലേക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ്. നാലാമത്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മളോട് ഇൻ്റർവ്യൂവർ പറയാറുണ്ട് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നമ്മൾ തന്നെ സ്വയം ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നമുക്ക് നമ്മുടെ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ടൈപ്പ് ചെയ്തോ അത് കറക്റ്റാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അഞ്ചാമത്താണ് ചാറ്റ് ജിപിടി. ഗൂഗിളിനെ അപേക്ഷിച്ച് ചാറ്റ് ജിപിടിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് കോൺവെർസേഷൻ സാധ്യമാകുന്നു അല്ലെങ്കിൽ സംസാരിക്കാൻ സാധ്യമാകുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ ആർക്കും തന്നെ ഒത്തിരി പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. തെറ്റുകൾ ഉണ്ടാവും, തെറ്റുകൾ തിരുത്തി മുന്നേറുക. തുടർച്ചയായ പരിശ്രമത്തോടെ നിങ്ങൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും.